ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്ന് കാലത്ത് ഉള്ള പണികൾ തുടങ്ങി. അപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന്. അത്രയ്ക്ക് വെയിലും ഇല്ല, തണുപ്പും ഇല്ലാത്ത ഒരു മീഡിയമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ റെഡിയായി. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ചപ്പാത്തി മിക്സ് ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പം ചപ്പാത്തി ഇച്ചിരി സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. അതുപോലെ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് പൊട്ടറ്റോ ആണല്ലോ. അപ്പോൾ ഞാൻ അത് രണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പച്ചക്കറിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന് മുമ്പ് നമുക്ക് വെജിറ്റബിൾസിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം തോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. ഇത് മേടിച്ചിട്ട് ഒരാഴ്ചയുടെ പുറത്തായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചില കറികളിലും കൂട്ടാങ്ങളിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. മുട്ടക്കോസ് തോരൻ, ഇങ്ങനെ ചില തോരനിലും ചില കറികളിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആവശ്യം പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ, ഇനി വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെജിറ്റബിൾ കുറുമയിൽ ആഡ് ചെയ്യാമെന്ന് വെച്ച് ഞാനത് എടുത്ത് ഉടച്ചെടുക്കുവാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടില്ല, ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു ഉണക്കലുണ്ട്. അപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, സവാള, അതുപോലെ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അതും, പിന്നെ 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ ചപ്പാത്തിയുടെ മാവ് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കുന്ന കാര്യം ആദ്യം തുടങ്ങാം. എന്നിട്ട് ചപ്പാത്തി, അങ്ങനെ രണ്ടും ഓരോ ടൈമിലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പിലയും, അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആദ്യം നമുക്ക് സവാള ഇടാം. പിന്നെ സവാള ഇച്ചിരി വാടി കിട്ടിയതിന് ശേഷം തക്കാളി, അത് കഴിഞ്ഞിട്ട് ഓരോ വെജിറ്റബിൾസായിട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊക്കെ ചേരുന്നുണ്ട്, എന്നാലും ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. മറ്റൊരടുപ്പത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. അത് ഇരുമ്പിൻ്റെ കല്ലാണ്, ഇച്ചിരി വലുപ്പമുള്ള കല്ലാണ്. ദോശയും ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആദ്യം ചെറിയ ബോൾസായിട്ട് എല്ലാം പിടിച്ച് വെക്കുവാണ്. അപ്പോൾ 2 പണിയും ഒന്നിച്ചാണ് നടക്കുന്നത്. കുറുമയും ചപ്പാത്തിയും അറ്റ് എ ടൈമിൽ രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ സവാള നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഞാൻ തക്കാളി ചേർക്കുവാണ്. തക്കാളി ഇച്ചിരി മിക്സാക്കി കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് ഇട്ടിട്ട് വീണ്ടും മിക്സാക്കുന്നുണ്ട്. ഉപ്പ് ഇടുമ്പം തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും, അതിനാണ് നേരത്തെ ഉപ്പ് ചേർക്കുന്നത്. ഇനി കുറച്ച് മിക്സാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാം. തക്കാളി കുറച്ചുകൂടി നല്ല പാകമാകുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ചപ്പാത്തി ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഒരു സൈഡും ഇതും ഒരു സൈഡ് അതുമായിട്ട് നടക്കും. അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ സ്കൂളും ഉണ്ട്, കോളേജും ഉണ്ട്. അവരെല്ലാവരും അതിൻ്റെ ഉള്ള ധൃതിയിലാണ് അവർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുവാണ്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണമല്ലോ. അങ്ങനെ ചപ്പാത്തി കല്ലിലിട്ടു. അപ്പം ഇനി വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. സവാളയും തക്കാളിയും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങല്ല, ക്യാപ്സിക്കം, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്. ഒരു ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഗ്രീൻ പീസ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ 2-3 മിനിറ്റ് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം അതിൽ ഞാൻ എണ്ണ പുരട്ടാറില്ല. മാവ് മിക്സ് ചെയ്യുമ്പം ആവശ്യമുള്ള എണ്ണ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ ചപ്പാത്തിയായിട്ട് ചുടുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് എണ്ണ തേച്ച് കൊടുക്കാറില്ല. വെജിറ്റബിൾസിൽ ഇനി 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾ, അപ്പോൾ 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല 1-1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലാവശ്യമുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. വെള്ളം വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഇന്ന് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ചേർക്കുന്ന കാട്ടിലും തേങ്ങാപ്പാൽ ചേർക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ.
കറി അടിപൊളിയായിട്ട് റെഡിയായി. ഒന്ന് കുറുകിയതോടെ ഞാനതൊന്ന് ഓഫാക്കി. അപ്പോൾ ചപ്പാത്തിയും ഏകദേശം എല്ലാം ഉണ്ടാക്കി തീർത്തു. ഇത് അവസാനത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ കയ്യോടെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ കട്ടയും ആ മാവ് മിക്സ് ചെയ്ത പാത്രവും പ്ലേറ്റും എല്ലാം തന്നെ ഉടനെ തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ജോലി പെട്ടെന്ന് തീർന്നതുപോലെ തോന്നും. അല്ലെങ്കിലേ സിങ്കിൽ കൊണ്ട് ഇടുവാണെങ്കിൽ കുറേ കഴിയുമ്പം നമുക്ക് മടി തോന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടി പാത്രങ്ങൾ കൂടി അവസാനം ടെൻഷനാവും. അതുകൊണ്ട് കയ്യോടെ തന്നെ പാത്രങ്ങളും അത് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നമുക്ക് ഉടനെ തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മക്കൾ കഴിക്കാൻ തുടങ്ങിയതോടെ ഞാൻ കിച്ചണിൽ പാത്രങ്ങളെല്ലാം കഴുകാനും ഞാനും തുടങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ലഞ്ച് കുറച്ച് താമസിച്ച് ചെയ്താൽ മതി. ഒരു 11:30-12 മണിക്കൊക്കെ ചെയ്താൽ മതി. ഇടയ്ക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സമയമുണ്ട്. വൈകുന്നേരം വീട് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് തുണി അലക്കാനിടാനും ബെഡ് ക്ലിയർ ചെയ്യാൻ അങ്ങനെ കുറേ പണികൾ അതും ഉണ്ട്. അപ്പോൾ പാത്രങ്ങൾ കഴുകി തീരുന്ന കൈയോടെ തന്നെ സ്റ്റവിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ഒരു തുണി വിരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാലും ഇത് മാവിൻ്റെ മാവൊക്കെ അവിടെ ആയിട്ട് തൂവി കിടക്കും. അതുകൊണ്ട് ഉടനെ തന്നെ ഞാനെല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. സ്റ്റൗവിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യം തുടങ്ങി. ഇച്ചിരി താമസിച്ചാണ് തുടങ്ങിയത്, എന്നാലും പെട്ടെന്ന് തീരും. ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട്, അരിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിയലാണെന്ന്, അവിയലും തക്കാളി കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ചിരകിയല്ല എടുക്കുന്നത്, കട്ട് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ പച്ചമുളക്, കരിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പച്ചക്കറി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു പാത്രത്തിലെടുത്തിടുവാണ്. എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ച് വെച്ച മസാല ഇല്ലേ, അത് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അടുപ്പിലേക്ക് ആക്കാം. അപ്പോൾ അവിയൽ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പുളിപ്പിനായിട്ട് പുളി ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ മാങ്ങ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടി നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, അത് മുങ്ങിക്കിടക്കുന്ന അത്രയ്ക്കുള്ള വെള്ളം ചേർത്തിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചാലോ എന്നൊന്ന് തോന്നി. അപ്പം ചായക്ക് വെള്ളം വെച്ച്, അപ്പോൾ കാലത്ത് ഒരു ചായ കുടിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കുടിക്കാനായിട്ട് ഒരു കൊതി തോന്നി. അങ്ങനെ ചായ ഉണ്ടാക്കി. അപ്പോൾ ചായ ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ അടുത്ത് തേങ്ങ പൊതിക്കാൻ പറഞ്ഞിരുന്നു. അവനൊരു തേങ്ങ പൊതിച്ച് തന്നു. അപ്പോൾ അവിയൽ ഉണ്ടാക്കി അതിന് തേങ്ങ തീർന്നു. ഇനി തക്കാളി കറി ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയാണ് തേങ്ങ ഇപ്പോൾ പൊതിച്ചത്. ഒരടുപ്പത്ത് ചായയും ഒരടുപ്പത്ത് അവിയലും അതുപോലെ ഒരടുപ്പത്ത് ചോറും വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി കറി ഒരടുപ്പത്ത് ഉണ്ടാക്കണം. അതിന് മസാല റെഡിയാക്കണമല്ലോ. അപ്പോൾ ചായ റെഡിയാകുന്നതിന് മുമ്പ് തന്നെ തക്കാളി കറി അടുപ്പത്താക്കിയാൽ അത് അതിൻ്റെ പണി അങ്ങനെ കഴിയുമല്ലോ. അപ്പം ഡിക്കഷൻ റെഡിയായി. ഞാനതിൽ പാലൊഴിച്ച് കൊടുക്കുവാണ്. ഇത് തീരെ കൊച്ചടുപ്പിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിയലൊന്ന് നോക്കാം. അവിയൽ കണക്കിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിൽ ഇതുവരെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്, ഇളക്കി കൊടുക്കുന്നില്ല. ഇനി ഒരു 2-3 മിനിറ്റിലൂടെ അവിയൽ റെഡിയാവും. അപ്പോൾ തക്കാളി കറിക്കുള്ള തക്കാളി ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിയൽ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് തക്കാളി കറിക്ക് ഉള്ള പാത്രം അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അല്പം ഇളക്കി കൊടുത്തിട്ട് തക്കാളി കറിക്ക് ഇനി മസാല റെഡിയാക്കണമല്ലോ. അതിനുവേണ്ടി കുറച്ച് തേങ്ങ, കുറച്ച് 1 സ്പൂൺ ജീരകം, 1 അല്ലെങ്കിൽ 2 ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മസാല ഒന്ന് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളരിക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക ചേർക്കുമ്പോൾ വെള്ളരിക്ക കറിയാവും, അത്രയേ ഉള്ളൂ.
വെള്ളരിക്ക ചേർക്കുവാണെങ്കിൽ തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തക്കാളി കറിക്ക് മാത്രം ആയതുകൊണ്ട് തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല രുചിയുള്ള ഒരു കറിയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുന്ന പരുവം വരുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ആയി കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചായ ഒരു സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കുവാണ്. കുറേ സമയം കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനിനി ആദ്യം ഒരു ചായ കുടിച്ചിട്ട് അതിനുശേഷം മറ്റു പണികളൊന്ന് നോക്കാം. നേരത്തെ അടുപ്പിൽ വെച്ചതാണ്. കുറേ സമയം കൊണ്ട് ഇങ്ങനെ തിളയ്ക്കുവാണ്. ഇപ്പം നമ്മുടെ തക്കാളി കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ 2-3 പ്രാവശ്യം കലക്കി കൊടുത്തിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കാം. തിളയ്ക്കുമ്പോഴേ ഒന്ന് തെരഞ്ഞതുപോലെ തോന്നും കറി, അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ കറി ഒന്ന് വാങ്ങി വയ്ക്കുവാണ്. ഇനി ചോറ് മാത്രം റെഡിയാവാനുണ്ട്. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി വൈകുന്നേരം ക്ലീനിങ് പണിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ടെറസിലൊക്കെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പം കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി ഇങ്ങനെ വലയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ആദ്യം ലൈറ്റിൽ വലയടിക്കാൻ എടുത്തപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. കാരണം തട്ടുവാണെങ്കിൽ സംഭവം ക്ലിയർ ആവും. അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു ലൈറ്റിലൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ എത്ര പറ്റുമോ അത്രയ്ക്ക് പതുക്കെ ലൈറ്റിലൊക്കെ വലയൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലും ചുവരിലും കതവുകളിലും അതുപോലെ കേർട്ടണിലും എല്ലാം വൃത്തിയായിട്ട് വല അടിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസമായി വല അടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സീലിംഗ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കമ്പ് അത്രയ്ക്ക് വലുതല്ല. അതുകൊണ്ട് ഒരു PVC പൈപ്പിൽ വെച്ച് കെട്ടി വെച്ചിട്ടാണ് ഇച്ചിരി നീളം കൂട്ടി എല്ലായിടത്തും അടിച്ചിട്ടുണ്ട്. അതുപോലെ വീട് ഉടൻ തന്നെ തൂത്ത് കൊടുക്കുവാണ്. അപ്പോൾ എല്ലാ മുറിയിലും വല അടിച്ചിട്ടുണ്ട്. എല്ലാ മുറിയിലും ഇപ്പോൾ ആദ്യം ബെഡ്റൂമാണ് തൂത്ത് മാറ്റുന്നത്. ഇനി ഹാള്, പിന്നെ ഡൈനിങ്, അങ്ങനെ ഓരോരോ മുറിയായിട്ട് തൂത്ത് മാറ്റണം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരുപാട് വലയുണ്ട്. പറഞ്ഞില്ലേ, അടിച്ചിട്ട് കുറേ ദിവസമായി. ഇനി ഇതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വീട് തുടയ്ക്കാനുണ്ട്. അപ്പോൾ എല്ലാ പണിയും ഒന്നിച്ചാവുമ്പം ഇച്ചിരി പാട് തന്നെയാണ്. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, ചെയ്തേ പറ്റൂ. അപ്പോൾ ഇന്ന് മുകളിലത്തെ നില ക്ലീൻ ചെയ്യുന്നില്ല, തൂത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. വലയടിച്ചിട്ടില്ല, അതുപോലെ തുടയ്ക്കാനും പോകുന്നില്ല. ഇപ്പം താഴത്തെ ഫ്ലോർ മാത്രമാണ് ഇന്ന് ഫുൾ ക്ലീനിങ്. അപ്പോൾ വീടെല്ലാം തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി തുടയ്ക്കുന്നതിന് മുൻപ് ഡൈനിങ് ടേബിൾ കൂടി ഒന്ന് തുടച്ചാലോ എന്ന് വെച്ച് തുടയ്ക്കുവാണ്. കാരണം വലയൊക്കെ അടിച്ചത് കുറേ വലയൊക്കെ ടേബിളിലും വീഴുന്ന് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നല്ലോണം വെള്ളം വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കുവാണ്. മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ തമിഴ് വാക്കുകൾ വരുന്നുണ്ട്. നമ്മളെന്നും ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചാടി വരുന്നുണ്ട്. അങ്ങനെ ടേബിളൊക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീട് തുടയ്ക്കാനും തുടങ്ങി. ഇപ്പോൾ ഹാളാണ് തുടയ്ക്കുന്നത്. ഹാൾ ഇച്ചിരി ഈസിയാണ് തുടയ്ക്കാനൊക്കെ. കാരണം ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ടാവും. ബെഡ്റൂമിലൊക്കെ അങ്ങനെയല്ല, കട്ടിലുണ്ടാവും, ടേബിളുണ്ടാവും. അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി തുടയ്ക്കാനൊക്കെ ഇച്ചിരി പാട് തന്നെയാണ്. അങ്ങനെ ബെഡ്റൂം തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹാളാണ്. ഇനി ഓരോ മുറിയായിട്ട് അങ്ങനെ തുടച്ചെടുക്കണം. അപ്പോൾ തുടയ്ക്കൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. വലയടിക്കൽ മാത്രമാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യുന്നത്. ഇപ്പോൾ കിച്ചനാണ് തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ കിച്ചന് നല്ലോണം തുടച്ചെടുത്തിട്ട് അതോടെ പണി കഴിയും. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി വൈകുന്നേരം ചായ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ചെടികളുടെ കാര്യം ഒന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. വൈകുന്നേരം തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ വച്ചിരിക്കുന്ന ചെടികളാണ്, ഷാഡോ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇതിലൊക്കെ നോക്കിയിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം 3 ദിവസത്തിലൊരിക്കൽ അങ്ങനെ വെള്ളം ഒഴിക്കാറുണ്ട്. എന്നാലും ഇതിൽ ഒരുപാട് ഇലകളൊക്കെ പഴുത്തും ഉണങ്ങി അങ്ങനെ നിൽക്കാറുണ്ട്. അത് ഞാൻ 2-3 ദിവസമായിട്ട് ഇത് എടുക്കണമെന്ന് വിചാരിച്ച് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത്. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടികൾക്ക് എന്നും വെള്ളം കൊടുക്കാറില്ല, 2-3 ദിവസത്തേക്ക് ഇടയ്ക്കാണ് അങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട്. ഇത് വെയിലത്തല്ലല്ലോ, ഇത് ഷാഡോയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കാറില്ല. ഇതൊക്കെ സിറ്റ് ഔട്ടിൽ ഉണ്ടായിരുന്ന ചെടികളാണ്. അപ്പോൾ മഴ സീസൺ തുടങ്ങിയതോടെ എടുത്ത് താഴേക്ക് വെച്ചതാണ്. അത് പിന്നെ മുകളിലേക്ക് കയറ്റിയില്ല, അങ്ങനെ താഴെ തന്നെ ഇരിക്കുവാണ്. അങ്ങനെ ചെടികളുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.